ഹായ് ഗൈസ്. അപ്പൊ ഇതെന്റെ യൂട്യൂബിലെ ഇങ്ങനത്തെ ഒരു ആദ്യത്തെ വീഡിയോ ആണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലുമൊക്കെ അല്ല, നല്ല രീതിയിൽ മിസ്റ്റേക്സ് കാണും. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ബെന്തിന്റെ അന്ന് എക്സാമിന് പോകുന്ന ഒരു റീല് ഞാൻ ഇട്ടിരുന്നു. റീലല്ല, ഷോർട്സ് ഞാൻ ഇട്ടിരുന്നു. അപ്പൊ അതിന്റെ താഴത്ത് എനിക്ക് 2-3 കമന്റ് വന്നതാണ് ഇഗ്നോന്റെ ഡീറ്റെയിൽസിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇഗ്നോ എടുത്തത് 2021 ഞാൻ ചെയ്യുന്നത് BCom ആണ്. 2021 ഞാനും എന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി അഡ്മിഷൻ എടുത്തത്. ഞങ്ങൾ ശരിക്കും BCP കഴിഞ്ഞ്, അതായത് 3 ഇയർ ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് BCom എടുത്തത്. അപ്പൊ 2021 നമ്മൾ അക്ഷയയിൽ പോയിട്ടാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. അഡ്മിഷൻ ഫീസ് എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഓരോ ഇയറിലും അതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും എന്നാണ് എന്റെ ഒരു നിഗമനം. അപ്പം അത് ഇഗ്നോന്റെ സൈറ്റിൽ ഒന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ മതി. കാരണം ഞാൻ എടുത്തിരിക്കുന്നത് BCom ആണ്. അപ്പൊ ഓരോ സബ്ജക്റ്റിനും ഓരോ ഇതൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമുക്ക് അതിന്റെ റെസിപ്റ്റും കാര്യങ്ങളും ഒക്കെ കാണും. പിന്നെ നമ്മൾ എക്സാം ടൈമിൽ നോട്ടിഫിക്കേഷൻ വരുന്ന അനുസരിച്ച് നമുക്ക് ഏതൊക്കെ എക്സാംസ് ആണ് എഴുതാൻ പറ്റുന്നത്, അതിന് സെം വൈസ് ആണെങ്കിലും ഇയർ വൈസ് ആണെങ്കിലും നമുക്ക് സബ്ജക്ട് ഫുൾ അറിയാമല്ലോ. അപ്പൊ ഇപ്പൊ 7 എക്സാം ഉണ്ടെങ്കിൽ ഞാൻ 7 എക്സാം ഒരുമിച്ച് തന്നെയാണ് എഴുതുന്നത്. അപ്പം എഴുതിയെടുക്കാം, കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളവർക്ക് ഈ 7 എക്സാംസും ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്തിട്ട് എഴുതാം. ഇനിയും നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല, സെം വൈസേ പറ്റൂ, അതായത് ഫസ്റ്റ് സെമ്മില് സെക്കൻഡ് സെമ്മ് അങ്ങനെ എഴുതാൻ പറ്റത്തുള്ളെങ്കിൽ ജൂണിലും ഡിസംബറിലുമായിട്ട് എക്സാം നമുക്ക് എഴുതാൻ പറ്റും. എക്സാം എഴുതുന്ന രീതിയൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇത് മീൻസ് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് എഴുതുന്നത് നമ്മുടെ ഇഷ്ടമാണ്. അതിനങ്ങനെ പ്രത്യേകിച്ച് നിബന്ധനകളൊന്നും വെക്കുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു 5 വർഷമാണോ 6 വർഷമാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. ഈ ഒരു ഇയറിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഡിഗ്രി. അല്ലാതെ 3 വർഷത്തിനുള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു സംഭവം ഇല്ല. ഞാൻ 2021 എടുത്തത്. അടുത്ത വർഷം, അതായത് 26 ഇത് കഴിയാനും പോകുന്നത്. 26 ആണെന്ന് തോന്നുന്നു ലാസ്റ്റ്. അപ്പൊ എനിക്കിനി 2 എക്സാംസ് കൂടെ ബാക്കിയുള്ളതാണ്. അതുകൂടെ കഴിയുമ്പോഴത്തേക്കും പാസ്സായി കഴിഞ്ഞാൽ ജയിച്ചു, ഡിഗ്രി കഴിഞ്ഞു, അങ്ങനെയൊക്കെയാണ്. അതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ നമ്മൾ അസൈൻമെന്റ്സ് എഴുതുമ്പോഴത്തേക്കും കുറെ ഓൺലൈനിൽ തന്നെ നമുക്ക്, അല്ലെങ്കിൽ യൂട്യൂബ്സിൽ തന്നെ ഇതിന്റെയൊക്കെ PDF ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ PDF ഒക്കെ അവൈലബിൾ ആകുമ്പോൾ നമുക്ക് അതെല്ലാം നോക്കി തന്നെ എഴുതാം. പിന്നെ ഈ ഗ്രൂപ്പ്സിലും കാര്യങ്ങളിലും ഒക്കെ പെയ്ഡ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന PDF ഒക്കെ കിട്ടും. അതായത് അസൈൻമെന്റ്സിന്റെ PDF ഒക്കെ നമുക്ക് കിട്ടും. അത് യൂസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് എഴുതാം. വെച്ചാ നല്ല രീതിയിൽ വൃത്തിക്കൊക്കെ എഴുതണം. അതാണ് നമുക്ക് ഒരു മാർക്ക് കിട്ടാൻ വേണ്ടി ഉള്ള ആ ഒരു കാര്യം. അത്യാവശ്യം വൃത്തിക്കൊക്കെ എഴുതി നീറ്റ് ആയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടും. ഇതുവരെ എനിക്കെല്ലാം 90 എബോവ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ നമുക്ക് ഇഗ്നോന്റെ സൈറ്റിൽ തന്നെ ഗ്രേഡ് കാർഡും ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഇങ്ങനെ അസൈൻമെന്റ്സിന്റെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര മാർക്കൊക്കെ അസൈൻമെന്റിന് കിട്ടി എന്നുള്ളതൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അതൊക്കെ കൃത്യമായിട്ട് നോക്കണം. കാരണം നമ്മളിപ്പോ വെച്ച അസൈൻമെന്റ്സും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിനകത്തിൽ കാണില്ല. അത് നമ്മൾ വെച്ചതും നമുക്കൊരു ബോധ്യം ഉണ്ടല്ലോ. പക്ഷെ അതിൽ അവർ ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ മിസ്സിംഗ് ആവും. കാരണം കുറെ പിള്ളേർ എഴുതുന്നതല്ലേ. എനിക്ക് അങ്ങനെ 2 അസൈൻമെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പം കൊല്ലത്ത് നമ്മൾ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. ആ ബുക്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും നമ്മുടെ പേര്, നമ്മൾ ഏത് ഇയർ, ഓരോ ഇയറിനും ഓരോ ബുക്കാണ്. അപ്പൊ പേര്, നമ്മൾ വെക്കുന്ന സബ്ജക്ട്സ് എല്ലാം നമ്മൾ എഴുതി ഡേറ്റും ഇട്ട് സൈൻ ഇൻ ചെയ്ത് നമ്മുടെ ഫോൺ നമ്പരും എഴുതിയിട്ടാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫോട്ടോ അപ്പൊ തന്നെ എടുത്ത് വെക്കുക. നമ്മൾ വെക്കുന്നത് അതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു തെളിവ് വേണമല്ലോ. അപ്പൊ അതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഇവർ ഗ്രേഡ് കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അസൈൻമെന്റ് സബ്മിഷൻ അതിൽ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോട്ടോ അവിടുത്തെ ടീച്ചേഴ്സിനെ കാണിച്ചു കഴിഞ്ഞാൽ അവരതിനെ കുറിച്ച് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ മാർക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. അപ്പൊ നമുക്കൊരു പ്രശ്നമില്ല. അങ്ങനെയാണ്. പിന്നെ എക്സാമിന് പോകുമ്പോഴത്തേക്കും ആസ് യൂഷ്വൽ ഹോൾ ടിക്കറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫ്, അതായത് ഇഗ്നോന്റെ തന്നെ ID കാർഡ് ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ആധാറോ ID കാർഡോ അങ്ങനെ ലൈസൻസോ അങ്ങനെ ഏതെങ്കിലും കാണിച്ചാലും മതി. ഏതെങ്കിലും ഒരു ID പ്രൂഫ് മസ്റ്റ് ആണ്. പിന്നെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒന്നും അവർ സമ്മതിക്കൂല ആസ് യൂഷ്വൽ. പിന്നെ നമുക്ക് 3 മണിക്കൂറാണ് എക്സാം വരുന്നത്. BComന് എല്ലാം അങ്ങനെയാണ് എക്സാം വരുന്നത്. 10 മണി തൊട്ട് 1 മണി വരെ, അല്ലെങ്കിൽ 2 മണി തൊട്ട് 5 മണി വരെ. ഈ ഒരു എക്സാം പാറ്റേണിലാണ് നമുക്ക് എപ്പോഴും എക്സാം വരുന്നത്. അത്യാവശ്യമൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. ഒന്നും പഠിക്കാതെ അങ്ങനെ പോവാൻ പാടില്ല. എന്നാലും അത്യാവശ്യമൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ പറ്റും.
പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഞാൻ പഠിക്കാറ്. ഞാനും എന്റെ ഫ്രണ്ട്സും എല്ലാം അങ്ങനെ തന്നെയാണ് പഠിക്കാറ്. നമ്മള് ഒരു 2-3 വർഷത്തെ, ഇപ്പൊ ജൂണിലാണെങ്കിൽ ജൂണിലെ, അല്ലെങ്കിൽ ഡിസംബറിലാണെങ്കിൽ ഡിസംബറിലെ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എല്ലാം നോക്കും. എന്നിട്ട് നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് വെച്ചിട്ട് തന്നെത്താനെ നോട്ട് ഉണ്ടാക്കും. അല്ലെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് തന്നെ നമുക്ക് അവർ, അതിന്റെ കാര്യം ഞാൻ മറന്നു, ടെക്സ്റ്റ് ബുക്ക് അവർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളല്ല, അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ടെക്സ്റ്റ് ബുക്കിനും ഒക്കെ സെപ്പറേറ്റ് പേയ്മെന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾക്ക് ചോദിക്കും, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേ അവർ ചോദിക്കും സ്റ്റഡി മെറ്റീരിയൽസ് വേണോ വേണ്ടായോ എന്നൊക്കെ നമുക്ക് ചോദിക്കും. അപ്പോഴത്തേക്കും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ വേണമെന്ന് കൊടുക്കാം. അതായത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടെന്ന് പറയാം. ഓരോ ഇയറും നമ്മൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. റീ രജിസ്ട്രേഷൻ ചെയ്ത് 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 എന്ന് വെച്ചാൽ നമ്മൾ തേർഡ് ഇയറിൽ നമ്മൾ എക്സാം എഴുതുന്നുണ്ട്, നമുക്ക് എക്സാമിന്റെ ഇതിനെല്ലാം വേണം, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് വേണം എന്നൊക്കെ നമ്മൾ ഓരോ വർഷവും ഈ ഫീസ് അടച്ചിട്ടാണ് അവരെ ഇതാക്കുന്നത്. കാരണം നമുക്ക് ഇത്രയും വർഷം തന്നെ തരുന്നത് കൊണ്ട് നമുക്ക് എക്സാം എഴുതുന്നുണ്ടോ, നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അവർക്കും ഇത് വേണമല്ലോ. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെന്ന് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പോസ്റ്റ് ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് വരും. നിങ്ങൾക്ക് ഇപ്പൊ കാണാം, അവിടെ ഇരിപ്പുണ്ട് എന്റെ സ്റ്റഡി മെറ്റീരിയൽസ്. ഇതൊക്കെ കഴിഞ്ഞ വർഷത്തേക്കാണ് കേട്ടോ. കഴിഞ്ഞ ബികോംസിന്റെ എക്സാംസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഇതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ ബാക്കിയുള്ള എക്സാംസിന്റെ ഒക്കെ ഇത് വരുന്നത് പോലെ ഒറ്റയടിക്ക് നമ്മുടെ റിസൾട്ട്സ് എല്ലാം വരത്തില്ല. നമ്മൾ ഇങ്ങനെ എക്സാം കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ ചുമ്മാ ഇങ്ങനെ സൈഡിൽ കയറി ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കണം. എക്സാമിന്റെ റിസൾട്ട് വന്നോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പൊ മാത്രമേ നമുക്ക് റിസൾട്ട് വന്നോ ഇല്ലയോ എന്തുവാ കാര്യം എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ തനിയെ പഠിക്കുക. ഇടയ്ക്കൊക്കെ ഓൺലൈൻ ക്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഫസ്റ്റ് ഇയറിൽ എന്താ ഞാൻ അങ്ങനെ ക്ലാസ് കണ്ടിട്ടുള്ളൂ, പിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് യൂട്യൂബ്സിലൊക്കെ ഒരുപാട് ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. എക്സാം ടൈമിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്നതും അതൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ കൂടുതലും നമ്മൾ തന്നെയാണല്ലോ പഠിക്കുന്നത്. അങ്ങനെ എടുത്തു കഴിഞ്ഞ് നമ്മുടെ റീജിയണൽ സെന്റർ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ആണ്. പിന്നെ ഞാൻ എക്സാം എഴുതാൻ വേണ്ടി സെന്റർ തിരഞ്ഞെടുത്തേക്കുന്നത് SN കോളേജ് കൊല്ലമാണ്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് നമ്മൾ അസൈൻമെന്റ് വെക്കുന്നതും അവിടെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കൂടുതൽ എക്സാംസ് എഴുതിയത്. ട്രിവാൻഡ്രത്ത് ISR നിന്ന ടൈമിൽ മാത്രം നമ്മൾ സ്റ്റാച്യൂലുള്ള ഒരു സെന്റർ വെച്ചിട്ടാണ് എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. ബാക്കിയെല്ലാം ഞാൻ ഇവിടെ തന്നെ എഴുതുന്നത്. ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നതും അവിടെ തന്നെയാണ്. ഇനിയും ബാലൻസ് 2 എക്സാം ഉണ്ട്, 16-ാം തീയതി 17-ാം തീയതി. അപ്പൊ ഫസ്റ്റ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അതായത് 2 ബാച്ച് ഉണ്ട്, ജൂൺ ബാച്ചും ഉണ്ട് ഡിസംബർ ബാച്ചും ഉണ്ട്. ഞാൻ എടുത്തേക്കുന്നത് ജൂൺ ബാച്ചിലെയാണ്. അപ്പൊ ജൂണിന്റെ അസൈൻമെന്റ് ഒക്കെ ഒരു ഫെബ്രുവരി മാർച്ച് അല്ല അതിന് മുന്നേ ഒക്കെ വരും. നമ്മളപ്പോ ഇങ്ങനെ സൈറ്റിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട്, ഇന്ന സബ്ജക്ട്സിന് വേണ്ടി കുറച്ച് ഗ്രൂപ്പ്സ് ഒക്കെ അതിനകത്തുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ അങ്ങനെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് കിട്ടും. ഇല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെ ഇഗ്നോന്റെ സൈറ്റിൽ തന്നെ നമുക്ക് അസൈൻമെന്റ്സ് എല്ലാം അതിനകത്ത് കിട്ടും. അസൈൻമെന്റ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തന്നെത്താനെയാണ് അത് എഴുതുന്നത്. അപ്പൊ കറക്റ്റ് മാർക്ക് നല്ല രീതിയിൽ എഴുതണം, നല്ല വൃത്തിക്ക്. നമ്മൾ നോർമലി അസൈൻമെന്റ്സ് എഴുതുന്ന പോലൊക്കെ തന്നെയാണ് എഴുതുന്നത്. അങ്ങനെയെല്ലാം എഴുതിയിട്ട് ചിലപ്പോൾ ഡേറ്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയി കിട്ടും. ഈ തവണ കുറെ പേർക്ക് എക്സ്റ്റെൻഡ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് നമുക്ക് അങ്ങനെ എക്സ്റ്റെൻഡ് ആയി കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ അസൈൻമെന്റ്സ് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ കൊല്ലത്ത് SN കോളേജിലാണ് കൊണ്ടുവയ്ക്കുന്നത്. അപ്പൊ അതിനൊരു ഫ്രണ്ട് പേജ് ഒക്കെ ഉണ്ട്. ഫ്രണ്ട് പേജ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് പ്രിന്റ് എടുത്ത് നമ്മൾ ഫില്ലപ്പ് ചെയ്തിട്ട് ഏത് സബ്ജക്റ്റും ഡീറ്റെയിൽസും ഒക്കെയാണ് ആ ഫ്രണ്ട് പേജിൽ കൊടുക്കണേ. അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ബൈൻഡ് ചെയ്തിട്ടാണ് SN കോളേജിൽ നമ്മൾ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്നത്. സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിലൊക്കെ തന്നെ നമ്മുടെ എക്സാമിന്റെ ടൈം ടേബിളും വരും. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യണം. നമുക്ക് ഏതൊക്കെ എക്സാംസ് എഴുതാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണം. ചില ഇയറിൽ 8 സബ്ജക്റ്റ് 9 സബ്ജക്റ്റ് ഒക്കെ ഉണ്ട്. തേർഡ് ഇയറിൽ ഞാൻ 9 സബ്ജക്റ്റ് ഒരുമിച്ചാട്ടോ എഴുതിയത്. 9 കിട്ടി, അത് വേറെ കാര്യം. അങ്ങനെ അപ്പം പിന്നെ ഇഗ്നോന്റെ എക്സാം പാടാണോ എന്ന് ചോദിച്ചാൽ പാടാണ്. എനിക്ക് കൂടുതലും പാടായിട്ടുള്ളത് തോന്നിയിട്ടുള്ളത് ഡിസംബറിൽ എക്സാം കേട്ടോ. ജൂണിൽ പിന്നെയും നമുക്കിങ്ങനെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കുറെ വരുന്നത് കൊണ്ട് ആ ഒരു പാറ്റേണിൽ നമ്മൾ കാര്യങ്ങളാണ് നമ്മുടെ ഇഗ്നോവിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടോ എന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നമുക്ക് കോൺവൊക്കേഷൻ ഉണ്ട്.
ട്രിവാൻഡ്രത്ത് ഓരോ നമുക്ക് സെലക്ട് ചെയ്യാൻ തോന്നുന്നു. പക്ഷെ ഇപ്പം ഞങ്ങളത് ചെയ്യൂല. നമുക്ക് കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് വീട്ടിൽ തന്നെ കൊണ്ടുതരും. പിന്നെന്താ പിന്നെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല. നമുക്ക് കേരളയ്ക്കും ഡിസ്റ്റൻസ് ആയിട്ട് എല്ലാ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇഗ്നോ. പിന്നെ ഇഗ്നോ ഇന്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അത് ഒരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓർഡർ എല്ലാ മാസവും കറക്റ്റ് കൃത്യമായിട്ട് നടക്കും. പിന്നെ നമ്മുടെ എക്സാംസ് നടക്കുന്നത് ഓൾമോസ്റ്റ് ഒരു മാസം ആയിട്ടാണ്. അപ്പൊ കഴിഞ്ഞ ജൂൺ 17 തുടങ്ങി ഈ ജൂലൈ 17 വരെയാണ് എനിക്ക് എക്സാംസ് ഉള്ളത്. പിന്നെ ഒഫീഷ്യലായിട്ട് ജൂൺ 1 എന്തോ തുടങ്ങിയാണ്. 1.5 മാസമാണ്. ജൂൺ 1 വീക്കോ മറ്റോ തുടങ്ങിയിട്ട് ഈ ജൂലൈ 19 എന്തോ ആണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്.